Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. കൂത്താട്ടുകുളം വടക്കൻ പാലക്കുഴിയിൽ വീടിന് ഇടിമിന്നലേറ്റ് വയറിങ്ങും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. കൂത്താട്ടുകുളം വടക്കൻ പാലക്കുഴയിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിങ്ങും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 7:30 പാലക്കുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ താമസക്കാരിയായ വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടിന് ഇടിമിന്നലേറ്റത്. വീട്ടിലേക്കുള്ള സർവീസ് വയർ, മീറ്റർ ബോർഡ്, വീടിനുള്ളിലെ മെയിൻ സ്വിച്ച്, മറ്റു മുറികളിലെ സ്വിച്ച് ബോർഡുകൾ, ബൾബുകൾ എന്നിവ ഇടിമിന്നലിൽ കത്തിനശിച്ചു. 73 വയസ്സുള്ള വയോധികയായ മേരി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇടിമിന്നലിനെ തുടർന്ന് ഉഗ്രശബ്ദം കേൾക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്നും ശബ്ദത്തിന്റെ തീവ്രതയിൽ കുറച്ചു സമയത്തേക്ക് ചെവി കേൾക്കാൻ കഴിയാതെ വരികയുമായിരുന്നുവെന്നും മേരി പറഞ്ഞു. അടുക്കളയിലും മുൻവശത്തും പുറകുവശത്തും ലൈറ്റ് ഇട്ടായിരുന്നു. ഇടയ്ക്ക് ഒന്ന് മിന്നി. ആ മിന്നിപ്പോ 1-2 ബൾബ് ഞാൻ കിടത്തി. അടുക്കളയിലെ കിടത്തിയില്ല. അടുക്കള വസ്തു ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കിടക്കുകയത്. ഞാൻ കിടന്ന് ഞാൻ കണ്ണടച്ചു കിടന്നു. ഓർക്കാപ്പുറത്ത് തലയുടെ മുകളിൽ ഒരു ഗുണ്ട് പോലെ ഒരു ശബ്ദം കേട്ടു. അതോടെ എൻ്റെ ചെവി രണ്ടും കുട്ടിയടച്ചു, തല മരവിച്ച് ഞാൻ അങ്ങനെ കിടക്കുക. 5 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് നിലത്ത് കാല് തൊടാതെ കട്ടിലേൽ ഇരുന്നു കൊണ്ട് കട്ടിലിൻ്റെ താഴെ ഇരുന്ന ടോർച്ച് എടുത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. മൊബൈലല്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ അകത്ത് മുഴുവൻ പുകയും കരിയ, ഭയങ്കര പുക, ഒരു മണവും. അവയെല്ലാം ചിന്നിച്ചതറിക്കെടുക്കുക. അപ്പോൾ എനിക്ക് പേടിയായി. എന്നിട്ട് മുൻവശത്തെ വാതിൽ തുറന്ന് ഞാൻ മുറ്റത്തെ കസേരയിൽ വന്നിരുന്നു കുറേ സമയം. തുടർന്ന് മേരി വിവരമറിയിച്ചതിനെ തുടർന്ന് മക്കളും അയൽവാസികളും KSEB ഉദ്യോഗസ്ഥരും വീട്ടിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ.